മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ വയനാട് ദുരിതാശ്വാസത്തിനായി സമാഹരിച്ച സാധനങ്ങൾ മറിച്ചുവിറ്റുവെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചൊവ്വാഴ്ച രാവിലെ അവശ്യ സാധനങ്ങളുടെ കിറ്റുകളുമായി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച അവശ്യ സാധനങ്ങൾ അടിച്ചുമാറ്റിയെന്നും മറിച്ചുവിറ്റുവെന്നുമുള്ള ആരോപണത്തിലാണ് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിഷയത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 3 ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചൊവ്വാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ അവശ്യ സാധനങ്ങളുടെ കിറ്റുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നയാബസാറിലെ താലൂക്ക് ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി യുവാക്കൾ അണിചേർന്നു. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള ഉന്തുംതള്ളിലുമിടയാക്കി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം CPIM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അത്യന്തം അപമാനകരമായ അഴിമതി നടത്തിയ അംഗങ്ങളെ പുറത്താക്കാൻ മുസ്ലിം ലീഗിന് ധൈര്യമുണ്ടോ എന്നും വിഷയത്തിൽ മണ്ഡലം MLA മൗനം വെടിയണമെന്നും VV രമേശൻ ആവശ്യപ്പെട്ടു. അരിക്കൊമ്പനെക്കുറിച്ചുള്ള ചർച്ചകൾ മാറി ഇപ്പോൾ മംഗൽപാടിയിലെ അരിക്കള്ളന്മാരെക്കുറിച്ചാണ് പൊതുവായ ചർച്ചയെന്നും രമേശൻ പരിഹസിച്ചു. നാട്ടിലേക്ക് ഇറങ്ങിയ ആനക്ക് അങ്ങനെയാണ് അരിക്കൊമ്പൻ വിളിച്ചത്. അത് ചാനലിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അരിക്കൊമ്പൻ അതിങ്ങനെ ചാനലിലെല്ലാം കാണിക്കുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് കണ്ടിട്ട് ചാനലിറങ്ങി നിർത്തി. കാരണം അരിക്കൊമ്പനേക്കാൾ ആൾ ശ്രദ്ധിക്കുന്നത് റോഡാണ്. നല്ല വെക്കാട റോഡാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് പ്രളയത്തിന് ശേഷം നല്ല റോഡാക്കി. ആ റോഡിന് വേണ്ട കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്ന അറിഞ്ഞിട്ട് പിന്നെ ചാനലർ ആ പരിപാടി നിർത്തി, അരിക്കൊമ്പൻ എന്ന് പറയുന്നത് നിർത്തി. ഇപ്പൊ മംഗൽപാടി പഞ്ചായത്തിലെ 2 മെമ്പർമാർ പുറത്തിറങ്ങുമ്പോ അരിക്കൊമ്പൻ എന്നല്ല വിളിക്കുന്നത്, അരിക്കള്ളൻ എന്ന് വിളിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ അരിക്കള്ളൻ എന്ന് വിളിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ചടങ്ങിൽ വിനയ് കുമാർ അധ്യക്ഷനായി. സാദിഖ് ചെറുകോളി, ഹനീഫ് ഹേരൂർ, ദീക്ഷിത് ഉപ്പള, നൌഷാദ് ഹേരൂർ, ഉമേഷ് ഉദയൻ, രവീന്ദ്ര ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഹാരിസ് പൈവളികെ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.